Hi friends, the Garden YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടായിരുന്നു ബിഗോണിയ പ്ലാന്റിൻ്റെത്. അപ്പോൾ അതിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റായിട്ട് ചോദിച്ചു അന്ന് വാങ്ങിയ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ പേര് വാങ്ങിയിട്ട് അതിൻ്റെ കെയറിംഗ് ഒന്നും കറക്റ്റ് അറിയാൻ പാടില്ലാണ്ട് കുറേയൊക്കെ നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കെയറിംഗ് ആയിട്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന രീതിക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കണ കാണാം, കുറച്ചൊക്കെ ഫ്ലവറിങ് ആയിട്ടുണ്ട്, പ്ലാന്റ് നല്ല ഗ്രോത്ത് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കെയറിങ് ഞാൻ ചെയ്തത് ഇവിടെ എന്തൊക്കെയാണ് അതിന് ഫെർട്ടിലൈസായിട്ട് കൊടുത്തത്, അതിൻ്റെ പോട്ടിംഗ് ഒക്കെ ഞാൻ അന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു തരാമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിന് നമ്മുടെ ചാനലിൽ ഒരു ലോഗോയൊക്കെ വെച്ചിട്ട് ചെറിയൊരു കവർ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൊടുത്താൽ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലും കൂടെ ഒന്ന് കാണിച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കവർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഡിസൈൻസ് അനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ അടിയിലൊരു ലിങ്ക് കൊടുക്കാം, അതിൽ കയറി എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരു 2 മാസം മുമ്പ് ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബിഗോണിയൻ്റെയും ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, അതിന് മുമ്പ് ചെയ്ത അൺബോക്സിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് നല്ലപോലെ ഫ്ലേവറിങ് ആണോ, കുറേ പേരുടെയൊക്കെ നശിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റിന് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അടുത്ത വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് നല്ലത് അതിൻ്റെ കെയറിങ്ങും കൂടെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ കെയറിങ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ കൂടുതലും എല്ലാം നല്ലപോലെ തന്നെ ഫ്ലേവർ ചെയ്തിട്ടുണ്ട്. ഒരു 5 പ്ലാന്റ് ഫ്ലേവറിങ് ആയിട്ടുണ്ട്. ബാക്കി 5 പ്ലാന്റ്സ് നല്ലപോലെ ഗ്രോത്ത് ഉണ്ട്, എന്നാലും ഫ്ലേവർ ആയിട്ടില്ല. അപ്പോൾ ഫ്ലേവർ ആകുമ്പോൾ ഞാനത് പിന്നീടുള്ള വീഡിയോസിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്ത് വിടാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, ഫ്ലവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ കെയറിങ്ങും ഒക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ച് പ്രൊപ്പഗേഷന് വേണ്ടി ലീവ്സ് ഒക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ പോട്ട് മിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ പോട്ട് മിക്സ് ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സ് എന്താണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരാൾ കാണിച്ചു തരാം കേട്ടോ. കൂടുതൽ വീഡിയോക്കും നമ്മുടെ വീഡിയോൻ്റെ താഴെയൊക്കെ കമൻറ്റ് വരാറുണ്ട് കുഞ്ഞിപ്പാത്തുനെ കാണിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അവർക്കായിട്ട് കുഞ്ഞിപ്പാത്തുനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഇടയിലൊക്കെ വന്ന് പുള്ളി ഇങ്ങനെ നോക്കലാണ് പതിവ്. അപ്പോൾ 2 ചട്ടി ഇരിക്കുന്നതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പോലൊക്കെയാണ് പുള്ളിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇതുപോലെ അങ്ങനെ പോയി അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണൂല, ഭയങ്കര കുരുത്തക്കേടാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്തുവിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിനുള്ള ഈ ഒരു പോട്ട് മിക്സിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ പോട്ട് മിക്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 60-70% കോക്കോപീറ്റും പിന്നെ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ കമ്പോസ്റ്റും പെർലൈറ്റും ഗാർഡൻ സോയിലും കൂടെയുള്ള മിക്സാണ്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാനിവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അൺബോക്സിങ്ങിൽ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന ബാക്കിയുള്ള കെയറിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ അന്ന് വാങ്ങിയ ടൈമിൽ കുറച്ച് ലീഫൊക്കെ ഇങ്ങനെ അടന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിൻ്റെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിടത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റൂട്ടായിട്ട് പുതിയ ഷൂട്ട് ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഞാൻ വലിയ കെയറിംഗ് ഒന്നും കൊടുത്തില്ല, സക്സസ് ആകുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ നല്ലപോലെ ഷൂട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ലീഫും കൂടെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലേക്ക് ഞാൻ നമ്മുടെ പ്ലാന്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലുള്ള പോട്ട് മിക്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി അതിൻ്റെ എയറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പാക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഫോം ആയിട്ടുണ്ടെങ്കിൽ, പോട്ട് മിക്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഫംഗസ് ഫോം ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1-2 മാസം കൂടുമ്പോൾ കുറച്ച് കമ്പോസ്റ്റ് കൂടെ നമ്മുടെ പോട്ട് മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു പോട്ടിന് ജസ്റ്റ് ഒരു സ്പൂൺ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോട്ടിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലോട്ട് ചെല്ലാത്ത രീതിക്ക് ചുറ്റും ഒരു 2 സെൻറ്റിമീറ്റർ അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറിയിട്ട്
കമ്പോസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തേക്കും. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് എങ്ങനെ നനച്ചു കൊടുക്കാൻ നോക്കാം. അപ്പോൾ ആഫ്രിക്കൻ വൈൽഡ്സ് നനക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ പ്ലാന്റ് നനയാത്ത രീതിക്ക് വേണം നനച്ചു കൊടുക്കാൻ. ജസ്റ്റ് അതിൻ്റെ പോട്ട് മിക്സ് മാത്രം നനച്ചു കൊടുക്കുക. ഒരിക്കലും അതിൻ്റെ ചുവട് ഭാഗത്തോ ലീഫിലോ ഒന്നും വെള്ളം നിൽക്കുന്ന രീതിക്ക് നനക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ എന്തെങ്കിലും സ്പ്രേയറൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ നനച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ പ്ലാന്റ് ആ പോട്ടോട് കൂടി തന്നെ ഒരു 2 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. ഒരു 5-10 സെക്കൻഡ് മുക്കിയാൽ മതിയാവും. അപ്പോഴത്തേനും ആവശ്യത്തിനുള്ള വെള്ളം അത് വലിച്ചെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അതൊന്ന് പൊക്കി ഇങ്ങനെ ഒന്ന് പിടിക്കുക. എക്സസൈസിലുള്ള വെള്ളം താഴത്തോട്ട് വീഴാനായിട്ടുള്ളൊരു ടൈം കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് പ്ലാന്റ് നമ്മുടെ പൊസിഷനിലോട്ട് തിരിച്ച് വെക്കാം. ഇല്ലെങ്കിൽ ചെറിയ ട്രേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിൽ ട്രേ വെച്ച് കഴിഞ്ഞാൽ ട്രേയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യമുള്ള രീതിക്ക് അത് വലിച്ചെടുത്തോളൂ. പിന്നെ നമുക്ക് ഏകദേശം ഒരു വീക്കിലിയൊക്കെ വെള്ളം നനച്ചാൽ മതിയാവും. പിന്നെ ഒരിക്കലും നമ്മുടെ പ്ലാന്റ് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ വെക്കരുത്. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു നമുക്ക് ഇൻഡോർ ആയിട്ട് ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും നേരിട്ടുള്ള വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കുക. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ അൺബോക്സ് ചെയ്ത ആ ഒരു ബിഗോണിയ പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ് കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് 1 വീക്ക് ആയിട്ടുള്ളൂ ചെയ്തിട്ട്, വലിയ ഗ്രോത്ത് ഒന്നുമില്ല. ഞാനതിപ്പോൾ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അടിയിൽ ഇനിയും കമൻറ്റ് വരും, എന്താണ് കഴിഞ്ഞ ആഴ്ച അൺബോക്സ് ചെയ്ത ബിഗോണിയൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാനത് ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ അതിൻ്റെ കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇടാം. അതിപ്പോൾ പ്ലാന്റ് നല്ലപോലെ വളർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കണില്ല നല്ലത്. അപ്പോൾ കെയറിങ് ഒക്കെ ഞാൻ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ട്. പുതിയ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു അവരിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ്, അപ്പോൾ പെട്ടെന്ന് ചെന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കൊന്നും കിട്ടിയില്ല. നിങ്ങളാരും വിഷമിക്കേണ്ട. ഒരു 1-2 മാസം കഴിയുമ്പോൾ അവർ പ്ലാന്റ്സ് സ്റ്റോക്ക് വരുമ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.